വളരെ അഭിമാനകരവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ഇന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ബഹുമാന്യനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി എന്നെയും അതോടൊപ്പം തന്നെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ശ്രീ ബിനു ചുള്ളിലിനെയും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിലേക്ക് പ്രിയപ്പെട്ട ശ്രീ അബിൻ വർക്കി കൊടിയാട്ടിനെയും അതോടൊപ്പം തന്നെ മുൻ KSU പ്രസിഡൻ്റായ ശ്രീ അഭിജിത്തിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറത്തു വന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതൃത്വങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ ദേവൻ്റെ സ്വത്തുകൂടി അപഹരിക്കുന്ന ഒരു കാഴ്ചയാണ് സമീപ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും നോക്കിക്കാണുന്നത്. ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം ഞങ്ങളിലുണ്ട് എങ്കിൽ കൂടി ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ഈ അവസരത്തെ ഞങ്ങൾ വിനിയോഗിക്കും. സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയൊരു ടീം, ഒരു നേതൃത്വ നിരയെ പുതിയതായി ഇന്ന് നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നേതൃനിര ഈ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ ജനം ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണമാറ്റം എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തിനകത്ത് വരാനിരിക്കുന്ന ചെറിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഭരണമാറ്റം സംഭവിക്കും. ആ ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിതീവ്രമായ സമര പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് കേരളത്തിൻ്റെ തെരുവുകളിൽ നേതൃത്വം കൊടുക്കും. 250 താഴെ ദിവസങ്ങൾ മാത്രമാണ് ഇനി കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിന് അവശേഷിക്കുന്നത്. ഈ സർക്കാർ തുടർച്ചയുണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളാണ് ഞങ്ങളെ നയിക്കുന്നത്. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ജനം നേതൃത്വം കൊടുക്കുന്ന സമരത്തിന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.